ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന വിഷയമല്ല. എങ്കിലും പറഞ്ഞപ്പോന്ന് ഓർമ്മ വന്നത് അപ്പൊ പറഞ്ഞിട്ടില്ലേ പിന്നീട് ഓർമ്മ ഉണ്ടാവില്ല. ഈ സലാം പറയുന്ന വിഷയത്തിൽ നമ്മളൊക്കെ വളരെ പുറകില്ല അല്ലേ? ഇനി പറഞ്ഞാൽ മടക്കുന്ന വിഷയത്തിലാണെങ്കിൽ ഭയങ്കര വിഷയന്മാരാ. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നിങ്ങളുടെ കയ്യിലില്ലേ മക്കളെ? ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടിക്കുണ്ട് അക്കൗണ്ട്, ഫേസ്ബുക്കിലൊരു അക്കൗണ്ട്. ആദ്യം പേരിടുന്നതിന്റെ മുമ്പ് കുട്ടിക്ക് FB ഒരു അക്കൗണ്ട് എടുക്കാനാണ് നിയത്തിക്കുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും അക്കൗണ്ട് ഇല്ലാത്ത ഒറ്റ മഹലുക്കില്ല. എടുത്തതിനൊന്നും ഞാൻ കുറ്റം പറയല്ല, പുരോഗതിക്ക് ഇസ്ലാം എതിരല്ല. പക്ഷെ അത് മിസ്യൂസ് ചെയ്യാനും അത് അപകീർത്തിപ്പെടുത്താനും പാടില്ല എന്ന് മാത്രമേ ഇസ്ലാമിന് നിഷ്കർഷതയുള്ളൂ കേട്ടോ. അപ്പൊ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും കുറെ മുതാലിമീങ്ങളും വലിയമാരും സാധാരണക്കാരൊക്കെ വന്നിട്ട് സലാം പറയാറുണ്ട്. എങ്ങനെ സലാം പറയണമെന്നറിയോ? ഒന്നിരിക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയാം, അല്ലെങ്കിൽ മിനിമം അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയാം, അല്ലെങ്കിൽ എഴുതുക. ഇത് എഴുതാനും സമയമില്ല, പറയാനും സമയമില്ല. ചിലവര് കാണാൻ എഴുതണ് AS ഒരു വരങ്ങട് ബാർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. AS ഇതിനർത്ഥം എന്താ? അസ്സലാമു അലൈക്കും എന്നും ആവാ, അവിടെ ഉണ്ടോ സുഹൃത്തേന്നും ആവാ, ഏത് വേണമെങ്കിൽ സ്പെല്ലിംഗ് വെക്കാം. AS എന്ന് എഴുതിയാൽ നമ്മൾ കൊടുക്കേണ്ട മറുപടി BS കേട്ടോ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാ, സലാം പറയുന്നത് നിങ്ങള് പിശുക്ക് കാണിക്കരുത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞു സലാം പറഞ്ഞാൽ പൊന്നേ. ബഹുമാനപ്പെട്ട തലവാ മുഹമ്മദ് കുഞ്ഞ് പോലും പറഞ്ഞു പോയി, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. ഒരു മുസ്ലിം ഒരു മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോ അസ്സലാമു അലൈക്കും മിനിമം അതെങ്കിലും പറയണം. അതിൽ ഞാന് നമ്മുടെ പൂനൂര് അബൂസാലി സക്കാഫി എപ്പോഴും അദ്ദേഹം സലാം പറയുമ്പോ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് പറയാനുള്ളതും കൂടി അങ്ങേരെ അങ്ങോട്ട് പറഞ്ഞു അയച്ചു. നമുക്കൊന്നും പറയില്ല. പിന്നെ ഖുർആൻ സലാമിനെ പറ്റി പറഞ്ഞത് ഫഹയ്യൂ ബി അഹ്സന മിൻഹാ. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഫഹയ്യൂ ബി അഹ്സന മിൻഹാ, അതിനേക്കാൾ മെച്ചമായ വാക്കുകൊണ്ട് അങ്ങോട്ട് സലാം പറയണം. അപ്പോ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരുണ്ട് വാലൈക്കും അസ്സലാമു അലൈക്കും അലൈക്കും, എന്തോ സമയമില്ല. ഖബറിലേക്ക് പോകണം, നമുക്കൊരു വാലൈക്കും മുസ്സലാ എന്ന് പറയാനെങ്കിലും സമയമില്ല. വാലൈക്കും എന്താ വാലൈക്കും? വാലൈക്കും എന്ന് പറയേണ്ട ഒരു കാറ്റഗറി ഉണ്ട്, അത് ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല. അസ്സലാമു അലൈക്കും നമ്മളോട് ഒരുത്തം വന്ന് പറഞ്ഞാൽ വാലൈക്കും എന്ന് പറയേണ്ട അർത്ഥമുണ്ട്. അത് ആർക്ക എന്താന്നൊക്കെ രഹസ്യം ചോദിച്ചാൽ പറഞ്ഞുതരാം, പരസ്യമായിട്ട് ഇപ്പൊ പറയില്ല കേട്ടോ. അങ്ങനെ പറയേണ്ട ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പിശുക്കുകൂടാതെ സലാം അടയ്ക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങള് അത് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ട്വിറ്ററിലായാലും നെറ്റിലായാലും ഏതിലായാലും സലാം കംപ്ലീറ്റ് പറയണം. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയാണ്, വലിയ ഭക്തനാണ്. ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടൊരു കിതാബ് എഴുതുകയാണ്. നല്ലോണം ശ്രദ്ധിച്ചോളണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതുകയാണ്. ആ കിതാബ് എഴുതുന്ന ഹംസത്തുൽ കിർമാനി എഴുതി മുഹമ്മദ് എന്ന് എഴുതിയിട്ട് സൽഅം, നമ്മളൊക്കെ എഴുതാറില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാൻ നമുക്ക് സമയമില്ല. റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്ന് എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാൻ നമ്മളിപ്പോ മുഹമ്മദ് എന്ന് എഴുതിയിട്ട് മലയാളത്തിലാച്ച ചിലർ മുഹമ്മദ് എന്ന് എഴുതി സ എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ട് ആ എഴുതിയിട്ട് രണ്ട് കുത്തിടും. നമ്മൾ വായിച്ചോളണം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അർത്ഥം എഴുതാൻ പാടില്ല കേട്ടോ. അങ്ങനെ എഴുതാൻ പാടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എഴുതണം. ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു എഴുതി തന്റെ അറബി കിതാബിൽ സൽഅം. അന്ന് രാത്രി ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സമയത്തതാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു, മോനെ നീ എന്റെ പേരെഴുതിയപ്പോ അവിടെ സലാം എഴുതാതെ സലാമെന്ന് എഴുതിയത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു പോലെ.
അതുകൊണ്ട് എന്റെ പേര് എവിടെ എഴുതുമ്പോഴും നീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖുർബാനി റളിയല്ലാഹു അൻഹു ഉറക്കുന്ന ചാടി എഴുന്നേൽക്കുകയാണ്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. പൊട്ടിക്കരയുകയാണ്. അവിടുന്ന് എഴുതിയ കിതാബിന്റെ തുണ്ടുകളൊക്കെ വലിച്ചങ്ങ് ചീന്തിക്കളഞ്ഞിട്ട് ആദ്യം റസൂലുള്ളാഹിന്റെ പേരിൽ എഴുതിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സനദി യാ ദുഖരി യാ ഫഖരി യാ ഐനി യാ സിദ്ദി യാ ഫുആദി യാ ഖുർറത ഐനി യാ ഹബീബി യാ മഅശൂഖി യാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ കിതാബിന്റെ മുഖദ്ദിമ ഇൻട്രോഡക്ഷൻ തുടങ്ങി വെക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയപ്പോ സമയം കിട്ടിയപ്പോ പറഞ്ഞതാണ്, സലാം പറയുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത് കേട്ടോ. ഉമർ ബിൻ ഖത്താബ് തങ്ങളങ്ങ് സലാം പറഞ്ഞപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹു സലാം അടക്കുകയാണ്. വഅലൈക്കുമുസ്സലാം. ഉമർ തങ്ങൾ പരിചയപ്പെടുത്തി, അന ഉമർ ബിൻ ഖത്താബ് മിൻ മദീനത്തിൽ മുനവ്വറ.